കണ്ണൂർ കാര്യങ്കോട് പുഴയിൽ രക്ഷാപ്രവർത്തനത്തിനിടെ മരിച്ച രാജേഷിന്റെ മരണത്തിൽ വിങ്ങിപ്പൊട്ടി നാട്. മഴക്കെടുതിയിൽ ഒറ്റപ്പെട്ടുപോയ ആളെ രക്ഷിക്കുന്നതിനിടയിൽ പുഴയിലെ ഒഴുക്കിൽപ്പെട്ട് രാജേഷിനെ കാണാതാവുകയായിരുന്നു. തുടർന്ന് നടത്തിയ തെരച്ചിലിൽ ഇന്നലെ ഉച്ചയോടെയാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം കാക്കാമൂലയിലെ രാജേഷിന്റെ വീട്ടിൽ നിന്ന് സന്ദ്ര സജു വിവരങ്ങളുമായി ചേരുകയാണ്. സന്ദ്ര, പൊതുദർശനമടക്കം ക്രമീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ മുഖ്യമന്ത്രി തൊട്ടു മുൻപ് വാർത്താസമ്മേളനം നടത്തിയപ്പോൾ അത് കേരളത്തെ ആകെ വേദനിപ്പിച്ചൊരു സങ്കടമാണ് എന്നതുകൂടി പറയുകയും ചെയ്തു. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയാണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ. മധു, നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം കല്ലിയൂരിലുള്ള രാജേഷിന്റെ വീടിന്റെ അടുത്താണ്. അല്പസമയം മുൻപാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മൃതദേഹം ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. രാജേഷിനെ കാണാതായ സമയം മുതൽ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷയാണ് രാജേഷിനെ കണ്ടെത്താൻ കഴിയുമെന്ന്. അങ്ങനെ തന്നെയാണ് കുടുംബവും കരുതിയിരുന്നത്. പക്ഷേ അവിടേക്കാണ് നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ചേതനയറ്റ നിലയിൽ രാജേഷിന്റെ മൃതദേഹം കൊണ്ടുവന്നിരിക്കുന്നത്. അവസാനമായി കുടുംബത്തിന് ആ മുഖം പോലും ഒന്ന് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് മധു ഇതിലെ ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യം. രാജേഷിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഒരു കുടുംബത്തിൻ്റെ അത്താണിയായിരുന്നു രാജേഷ്. അച്ഛനും അമ്മയും ഭാര്യയും 2 കുഞ്ഞുങ്ങളും അടങ്ങുന്ന വളരെ സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കുടുംബം. ഇപ്പോൾ നമ്മൾ ഈ പൊതുദർശനത്തിന് നിൽക്കുന്നത് പോലും രാജേഷിൻ്റെ വീട്ടിൽ അല്ല എന്നുള്ളതാണ് മധു ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവിടെ പൊതുദർശനം നടത്താൻ പോലുമുള്ള സൗകര്യമില്ല, സ്ഥലമില്ല. തൊട്ടടുത്തുള്ള ഒരു ആശുപത്രി കോമ്പൗണ്ടിലാണ് ഈ പൊതുദർശനം പോലും ഇവിടെ സജ്ജീകരിച്ചിരിക്കുന്നത്. അത്രയേറെ പരിമിതികളിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. എന്നിട്ട് ആ പരിമിതികൾക്കിടയിൽ നിന്നാണ് ഓരോ തവണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോഴും ദുരിതമുണ്ടാകുമ്പോഴും അവിടെ അകപ്പെട്ടു പോകുന്ന ആളുകളെ കൈപിടിച്ചുയർത്തുന്നതിന് വേണ്ടി രാജേഷ് അവിടേക്ക് ഓടിയെത്തിയിരുന്നത്. 2018 അതുപോലെ തന്നെ വയനാട് ദുരന്തമുണ്ടായപ്പോഴും ഒക്കെ രാജേഷ് അവിടേക്ക് ഓടിയെത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇത്തവണ കണ്ണൂരിലേക്കും എത്തിയത്. ആ പുഴയിൽ അകപ്പെട്ടു പോയ ജീവൻ അത് രക്ഷിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് രാജേഷ് പുഴയിലേക്ക് ചാടിയിറങ്ങിയത്. തനിക്കും അത് കഴിഞ്ഞ് കയറി വരാം എന്നുള്ള പ്രതീക്ഷ തന്നെയായിരുന്നു. പക്ഷേ എല്ലാ തവണയും ജീവനുമായി കയറി വരുന്ന രാജേഷിനെ ഇത്തവണ പുഴ തിരിച്ചു വിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് മരണം സംഭവിച്ചത്. ഒപ്പം ഈ രക്ഷിക്കാൻ പോയ ആളെ എന്തായാലും അദ്ദേഹത്തിന് രക്ഷിക്കാൻ സാധിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്ന് മുതൽക്ക് തന്നെ രാജേഷിനായുള്ള തിരച്ചിൽ നടക്കുകയായിരുന്നു. പക്ഷേ 4ാമത്തെ ദിവസമാണ് മൃതദേഹം കിട്ടിയത്. പ്രവർത്തനങ്ങൾ ദുരന്ത സമയങ്ങളിൽ പ്രവർത്തിക്കാൻ അറിയുന്ന അത്തരം ട്രെയിനിങ് ഒക്കെ ലഭിച്ചിട്ടുള്ള ആളാണ്. അഡ്വഞ്ചർ ട്രെയിനിങ് നടത്തുന്ന ആളാണ്. നന്നായി നീന്താൻ അറിയുന്ന ആളാണ്. ട്രക്കിങ്ങും കയാക്കിങ്ങും ഒക്കെ നല്ല രീതിയിൽ ചെയ്തിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായി അങ്ങനെ ഒരാൾ ഒഴുക്കിൽപ്പെടുമ്പോൾ അദ്ദേഹം നീന്തി കയറും എന്നുള്ള പ്രതീക്ഷയായിരുന്നു. 2ാമത്തെ ദിവസവും 3ാമത്തെ ദിവസവും ഒക്കെ കുടുംബം പറഞ്ഞിരുന്നതും അങ്ങനെ തന്നെയാണ്. ഏതെങ്കിലും ഒരു വശത്തേക്ക് തൊട്ടടുത്തുള്ള ഈ പുഴയുടെ അടുത്തുള്ള ഏതെങ്കിലും ഒരു കാട് പ്രദേശത്തേക്ക് അദ്ദേഹം നീന്തി കയറിയിട്ടുണ്ടാകും, ജീവനോടെ വരും എന്ന് തന്നെയായിരുന്നു പ്രതീക്ഷ. പക്ഷേ 4ാമത്തെ ദിവസം ചേതനയറ്റ നിലയിലാണ് രാജേഷിൻ്റെ മൃതദേഹം എന്തായാലും അപകടത്തിൽപ്പെട്ട സ്ഥലത്തിൻ്റെ തൊട്ടടുത്ത് നിന്നും കണ്ടെത്തിയിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ മറ്റ് പോസ്റ്റ്മോർട്ടം നടപടികളടക്കം പൂർത്തിയാക്കിയ ശേഷമാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ കല്ലിയൂരിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് എത്തിച്ചത്. എന്തായാലും ഔദ്യോഗിക ബഹുമതികളോടെ തന്നെയായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക എന്നുള്ള കാര്യമാണ് ഇപ്പോൾ മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത്. അതിനുവേണ്ട നിർദ്ദേശങ്ങളൊക്കെ തന്നെയും അദ്ദേഹം നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുമാത്രവുമല്ല, നേരത്തെ സൂചിപ്പിച്ചതുപോലെ അങ്ങേയറ്റം സാമ്പത്തിക പരിമിതികൾക്കുള്ളിൽ കഴിയുന്ന ഒരു കുടുംബമാണ്. വളരെ ചെറിയ ഒരു വീടാണ്. തൊട്ടടുത്ത് ലൈഫുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഒരു വീട് വയ്ക്കാൻ അവർ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ആദ്യ ഗഡു മാത്രമാണ് ആ തുക ലഭിച്ചത്. പിന്നീട് ആ പണിയും അവിടെ പൂർത്തിയാകാതെ അങ്ങനെ കിടക്കുകയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് രാജേഷിൻ്റെ വീട് പണി പൂർത്തിയാക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കും എന്നുള്ള കാര്യം കൂടി മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. 2 മക്കളാണ് രാജേഷിന് ഉള്ളത്. ഒരാൾ 8ലും ഒരാൾ 9ലും പഠിക്കുന്നു. 2 മക്കളുണ്ട്. അതുപോലെ തന്നെ ഭാര്യയ്ക്ക് ഒരു സ്വകാര്യ ആശുപത്രിയിലെ ക്യാൻറ്റീനിലാണ് ജോലിയുള്ളത്. രാജേഷിൻ്റെ അച്ഛനും അമ്മയും ഉണ്ട്. അച്ഛനിവിടെ തൊട്ടടുത്ത് ഒരു ചെറിയ വിറക് കടയും ഒരു ചെറിയ പെട്ടിക്കടയും ഒക്കെ പോലെ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ചെറിയ കട നടത്തി വരുന്നുണ്ട്. അമ്മയ്ക്ക് മറ്റ് ജോലിയൊന്നുമില്ല. അങ്ങനെ ഒരു കുടുംബത്തിൻ്റെ മുഴുവൻ ആശ്രയമായിരുന്ന വ്യക്തിയാണ് രാജേഷ്. അങ്ങനെ ആ രാജേഷാണ് ഇപ്പോൾ ഇത്തരത്തിൽ ദാരുണമായ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം അവരെ തേടി വരുന്ന ആദ്യത്തെ ഒരു ദുരന്തമല്ല ഇത് എന്നുള്ളതാണ്. 2 വർഷങ്ങൾക്ക് മുൻപ് രാജേഷിൻ്റെ സഹോദരൻ ട്രെയിനിൽ നിന്ന് വീണ് ഒരു അപകടത്തിൽ മരണപ്പെട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഈ കുടുംബത്തിൽ ആകെ ഉണ്ടായിരുന്ന ഒരു പ്രതീക്ഷ അത് രാജേഷായിരുന്നു. രാജേഷിനെ മാത്രം ആശ്രയിച്ചാണ് ആ കുടുംബം കഴിഞ്ഞു വന്നിരുന്നത്. അതിനിടയിലാണ് രാജേഷിനും ഇത്തരത്തിൽ ഒരു വലിയ ദുരന്തം വന്ന് ഭവിച്ചിരിക്കുന്നത്. എന്തായാലും ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ കഴിയുന്നതിനും അപ്പുറത്താണ് മധു. ആ 2 കുഞ്ഞുങ്ങളെയും അല്പസമയം മുൻപാണ് രാജേഷിൻ്റെ മൃതദേഹം കൊണ്ട് കാണിച്ചത്. അവർക്ക് അച്ഛൻ്റെ മുഖം ഒന്ന് അവസാനമായി കാണാൻ പോലും
കഴിഞ്ഞില്ല എന്നുള്ളതാണ് മധു. അവർ അലമുറയിട്ട് കരയുന്നുണ്ടായിരുന്നു. വിവരങ്ങൾ നൽകിയത്. രക്ഷാപ്രവർത്തന ദൗത്യത്തിനിടെയാണ് രാജേഷിന് മരണം സംഭവിക്കുന്നത്. 4 ദിവസത്തെ തെരച്ചിലിന് ഒടുവിലാണ് മൃതദേഹം കണ്ടെത്താൻ സാധിച്ചത്. ഇപ്പോൾ പൊതുദർശന ചടങ്ങുകൾക്ക് ശേഷം സംസ്കാരത്തിലേക്ക് കടക്കും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടിയാണ്. യാതൊരു ലാഭേച്ഛയും ഇല്ലാതെ സ്വന്തം ജീവൻ പോലും റിസ്ക് ചെയ്തുകൊണ്ട് രക്ഷാപ്രവർത്തനത്തിൽ ഇടപെടുന്ന മനുഷ്യർക്ക് വേണ്ടിയുള്ള ആദരം കൂടിയാണ് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെയുള്ള സംസ്കാരത്തിലൂടെ സർക്കാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നത്.